ഹായ് ഹലോ. ഈ ഇരിക്കുന്ന നമ്മുടെ അൻവിക്കുട്ടനെ ഒന്ന് കൃഷ്ണനായി ഒരുക്കി നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള മോഹവുമായി രാവിലെ തന്നെ പാറു വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതിൻ്റെ കണക്കായിട്ട് അവൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്താം. അതിനുവേണ്ടി കൃഷ്ണനായിട്ടൊന്ന് ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് ഞങ്ങളുടെ പാറു. അവൾ വന്നിടം തൊട്ട് തന്നെ അൻവിക്കുട്ടൻ്റെ പുറകെയാണ് ഓരോന്ന് ഉടുപ്പിക്കാനും ഒക്കെ. അവൾ ഉടുത്തിട്ട് അങ്ങോട്ട് തിരിയും, അവൻ കുഞ്ഞ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബഹളമായിരുന്നു. ലാസ്റ്റ് അവൾ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു തുണി വെച്ച് മഞ്ഞ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലോ എന്ന്. അതൊന്നും ഷോൾ വെച്ച് ഉടുക്കാനാണ് അവൾ തീരുമാനിച്ചത്, പക്ഷെ അതൊന്നും അവൻ കേൾക്കുന്നില്ല. അങ്ങനെയാണ് അവൾ പറഞ്ഞ ആ ഒരു മഞ്ഞ തുണി കിട്ടിയിട്ടുണ്ട്, അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താലോ എന്ന്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അവളൊന്ന് തട്ടിക്കൂട്ടി ഒരുവിധം ആക്കും, അവൻ ആവത്തുകളെ. അങ്ങനെ ഒരു ബഹളമായിരുന്നു. ലാസ്റ്റ് അവൻ്റെ അമ്മൂമ്മ ഒന്ന് അവളെ സഹായിക്കാൻ, അവളെ കഷ്ടപ്പാട് കണ്ട് സഹായിക്കാൻ വേണ്ടി അമ്മൂമ്മയും കൂടിയിട്ടുണ്ട്. അമ്മൂമ്മ ഓരോന്ന് കാണിച്ച് കളിപ്പിച്ച് അവൻ്റെ ശ്രദ്ധ മാറ്റി വിട്ടാണ് അവൾ ഓരോന്ന് ചെയ്യുന്നത്. അവൾ എന്തായിരുന്നാലും തോൽവി സമ്മതിച്ചിട്ടില്ല. അവൾ പൊരുതി മുന്നേറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് ചിരി സഹിക്കാൻ വയ്യായിരുന്നു. അത്രയ്ക്ക് ബഹളമായിരുന്നു അൻവിക്കുട്ടനും പാറുവും കൂടി. ലാസ്റ്റ് അവൻ കുഞ്ഞെ എടുത്ത് വെളിയിലെറിയും എന്നുള്ള അവസ്ഥ വരെയായി. എന്നിട്ടും അവൾ എവിടെ നിന്നൊക്കെയോ പോയി പച്ച ഷോളൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന്, എൻ്റെ പഴയ ഷോളാണ് കൊണ്ടുവന്ന് അവളുടെ തലയിൽ എല്ലാ സാധനങ്ങളും വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ വച്ചാണ് അവൾ കൃഷ്ണനെ ഒരുക്കിയിരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൃഷ്ണൻ എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അവനെല്ലാം നോക്കണുണ്ട്, പൊട്ടൊക്കെ വയ്ക്കുന്നുണ്ട്. പക്ഷേ പൊട്ടൊന്നും വെച്ചപ്പോൾ അവനൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. കരി വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെന്നായിരുന്നു അവളെ ഐഡിയ. പിന്നീട് അതെന്തായിരുന്നാലും മാറ്റി. ഇവൻ്റെ ഈ വികൃതി കാരണം കരിയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അവനെ മൊത്തത്തിൽ കുളിപ്പിച്ചെടുക്കേണ്ട അവസ്ഥയാകും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് അവൾ തന്നെ പറഞ്ഞ് പൊട്ടൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ അമ്മയുടെ പൊട്ടും എൻ്റെ കുറച്ച് പൊട്ടും ഒക്കെ വെച്ച് അവനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ എങ്ങനെ വീട്ടിലുള്ള ആക്രി സാധനങ്ങൾ വെച്ച് കണ്ണനെ കയ്യിൽ വെച്ചാൽ പാവങ്ങളുടെ കണ്ണൻ എങ്ങനെ കുറഞ്ഞ ചെലവിൽ കണ്ണനെ ഒരുക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കണ്ണൻ. സ്വന്തം എന്ന് പറയാ ഈ തുണിയല്ലാതെ എൻ്റെ വേറെ. എടുക്കൂല. അങ്ങനെ പിന്നീട് കുറിച്ച് അൻവിക്കുട്ടൻ്റെ കരച്ചിലായി. അവൻ്റെ തലയിലിരിക്കുന്ന ആ സാധനം എടുത്ത് മാറ്റും എന്നുള്ളത് കണ്ട് അവൻ പേടിച്ചു പോയതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ കാണിച്ച് അമ്മ മുട്ടായൊക്കെ കാണിച്ച് അതങ്ങ് മാറ്റി. ആള് വയലന്റ് ആവണേന് വന്ന് ചാടിക്ക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൃഷ്ണൻ. അങ്ങനെ ഒടുവിൽ പാറുവിൻ്റെ കഠിന പ്രയത്നത്തിൽ നമ്മുടെ തട്ടിൽക്കൂട്ട് കണ്ണൻ റെഡിയായിട്ടുണ്ട്. വിഷു പ്രമാണിച്ച് നമ്മുടെ വക തട്ടിൽക്കൂട്ട് കണ്ണൻ എങ്ങനെ സിമ്പിളായിട്ട് കൃഷ്ണനെ ഒരുക്കാമെന്ന് അവൾ തെളിയിച്ചു. പിന്നീട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. അവൾ പൂവൊക്കെ അവിടെ മഞ്ഞപ്പൂ എന്തായിരുന്നാലും കണിക്കൊന്ന പൂവ് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മുറ്റത്ത് നിന്ന് തന്നെ മഞ്ഞ പൂവൊക്കെ പറിച്ച് അവൾ എന്തായിരുന്നാലും ഡെക്കറേറ്റ് ചെയ്തെടുത്തു. പിന്നീട് ഫോട്ടോഷൂട്ടായി. ഈ ഒരു ഫോട്ടോയ്ക്കാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ലാസ്റ്റ് എന്തായിരുന്നാലും നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. വിഷുവിന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അൻവിക്കുട്ടന് ഫോട്ടോസൊക്കെ കിട്ടി എന്ന് ഓർത്ത് വയ്ക്കാം. കിടക്കൂല, നോക്കണ്ട, പ്രതീക്ഷകൾ വേണ്ട. പാറു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൃഷ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നീ വച്ച സാധനങ്ങളിലേക്ക് വില നിലവാരോ ഗുണനിലവാരം ഷോള്
ഒരു നൈറ്റി മാത്രം കിട്ടിയപ്പോൾ അതെന്താ കൃഷ്ണന് പിങ്ക് ഇഷ്ടമല്ലേ അല്ലേ? കൃഷ്ണന് എല്ലാം ഇഷ്ടമുണ്ട്. പിന്നെ ഗസ്റ്റ് റോൾ ആയിട്ട് വന്ന മഞ്ഞപ്പൂ ഉരുളി എല്ലാവർക്കും ഞാൻ പിന്നെ 5 പേരൊക്കെ കുറച്ച് പൊട്ടുകൾ ഇവർക്കെല്ലാം ഞാൻ നന്ദി അറിയിച്ചു. പിന്നെ ഇത്രയും എന്റർടൈൻമെന്റ് ഉണ്ടാക്കി തന്ന അമ്മയ്ക്ക് വളരെയധികം നന്ദി. ഇത്രയെങ്കിലും സഹകരിച്ച അൻവിക്കുട്ടന് 1000 നന്ദി. ആർട്ടിസ്റ്റ് അൻവി എവിടെയെങ്കിലും ഓടക്കുഴലിൽ പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു. ലാസ്റ്റ് വച്ച സാധനമെല്ലാം അവൻ തന്നെ ഊരിക്കൊടുത്ത് പാറുക്കുഞ്ഞെ അവൻ തന്നെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് അങ്ങ് അവസാനിപ്പിച്ച്.